ജനപ്രിയ മലയാളത്തിലെ 2 താരങ്ങളാണ് ജയറാമും സമൃദ്ധ സുനിലും. ഇരുവരും ഒരുമിച്ച് ഹാപ്പി ഹസ്ബൻഡ്സ്, സ്വപ്നസഞ്ചാരി അടക്കം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. വിവാഹത്തോടെ സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് നിൽക്കുന്ന സമൃദ്ധ ഭർത്താവിനൊപ്പം അമേരിക്കയിൽ സെറ്റിലാണ്. ഇപ്പോഴത്തെ ഇരുവരും ഒരുമിച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമൃത ടിവിയിൽ നൽകിയൊരു അഭിമുഖമാണ് വീണ്ടും ചർച്ചയാകുന്നത്. പ്രണയം, ഭാവി വരൻ എന്നിവയെക്കുറിച്ചെല്ലാം സമൃദ്ധ സംസാരിക്കുന്നുണ്ട്. ഭാവി ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്ന സ്വപ്നങ്ങൾ കാണാത്ത ഒരാളല്ല ഞാൻ. സിനിമയിലേക്ക് ഞാൻ വന്നത് ഒട്ടും പ്രതീക്ഷിക്കാതാണ്. വരുന്നത് പോലെ വരട്ടെ എന്ന് കരുതിയാണ് മുന്നോട്ട് പോകുന്നതും. ഫെയ്ത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. വരുമ്പോൾ നേരിടാം എന്ന രീതിയാണ് എൻ്റേത്. നല്ലൊരു വരനെ സ്വപ്നം കണ്ടിട്ട് അങ്ങനെ ഒരാളെയല്ല എനിക്ക് കിട്ടുന്നതെങ്കിൽ വലിയ നിരാശയും സങ്കടവും വരും. അതിനാൽ ദൈവം തരട്ടെ എന്നുള്ള രീതിയിലാണ് എനിക്ക്. ലവ് മാരേജ് ആയിരിക്കുമോ അറേഞ്ച് മാരേജ് ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ഇതുവരെ ഞാനൊരു കൊടുക്കിലും പെട്ടിട്ടില്ല എന്നാണ് സമൃദ്ധ പറഞ്ഞത്. പ്രണയം ഒരു കൊടുക്കയാണോ പറയുന്നത് എന്നായിരുന്നു സമൃദ്ധിയുടെ മറുപടി കേട്ടപ്പോൾ ജയറാം ചോദിച്ചത്. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നി. കാരണം എൻ്റെ സുഹൃത്തുക്കളുടെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരു അഫയറിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പഠനത്തിൽ നിന്നോ സിനിമാഭിനയത്തിൽ നിന്നെല്ലാം കുറച്ച് ശ്രദ്ധ അതിലേക്ക് പോകും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് സമൃദ്ധ മറുപടി നൽകി. താൻ പറഞ്ഞത് ശരിയല്ലെന്ന് നടി ചോദിച്ചപ്പോൾ ജയറാം തലകുലുക്കി സമൃദ്ധയുടെ നിരീക്ഷണം ശരിയാണെന്ന് സമ്മതിച്ചു. ഒപ്പം തൻ്റെ ഭാര്യയും പാർവതിയുടെ ജീവിതത്തിലുണ്ടായ അനുഭവവും നടൻ പങ്കുവച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അവളെ ഞാൻ ഫോൺ വിളിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ചീത്ത വിളിക്കും. എവിടെയായിരുന്നു എന്നതടക്കം ഒരുപാട് ചോദ്യം ചോദിക്കും. പാർവതി ഷൂട്ടിംഗ് എവിടെയാണെങ്കിലും അയക്കും. അതൊക്കെ ഞങ്ങൾക്കിടയിൽ പറഞ്ഞ് ചിരിക്കാറുണ്ട്. എൻ്റെ ഭാര്യയെ ആദ്യം കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഒരുപാട് നേരം തൊഴുതു. അവൾ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ തൊഴുകയായിരുന്നു നിൽക്കുകയാണെന്ന് തുടർന്നു. ഇപ്പോൾ സൗന്ദര്യപ്പിണക്കം ഉണ്ടാകുമ്പോഴും ഭാര്യ പറയും എത്ര നേരം എൻ്റെ മുന്നിൽ തൊഴുതു നിന്ന വ്യക്തിയാണെന്ന് പറയുമെന്നാണ് ജയറാം തമാശയായി പറയുന്നത്. സമൃദ്ധയുടെ കുടുംബം തീരുമാനിച്ചുറപ്പിച്ച് നടത്തിയ വിവാഹമായിരുന്നു. വലിയ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഭർത്താവിനെക്കുറിച്ച് നടിക്കില്ലായിരുന്നുവെങ്കിലും ജെൻസി പിള്ളേർ പറയുന്നത് പോലെ ഗ്രീൻ ഫോറസ്റ്റിലായ മനുഷ്യനെയാണ് ഭർത്താവിനായി നടിക്ക് ലഭിച്ചതും. 2012 അഖിൽരാജുമായുള്ള സമൃദ്ധയുടെ വിവാഹം. 2015 ഫെബ്രുവരി 21 ആയിരുന്നു ആദ്യത്തെ കൺമണി പിറന്നത്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കുഞ്ഞും എത്തി. വിവാഹശേഷം അഭിനയത്തേക്ക് നടി മടങ്ങി വന്നിരുന്നെങ്കിലും ഇളയ മകന്റെ ജനനത്തോടെ അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ്.